ഇപ്പോൾ അളിയൻ്റെ സമയമാണ്. Sir, we welcome you to the stage. Can we have a huge round of applause? എല്ലാവർക്കും നമസ്കാരം. ബേബികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയുക, ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു. ഈ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പോൾ അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റായിട്ട് സഞ്ജയേട്ടനും മരണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു. Thank you. I mean, standing on this world stage and so humbly saying that you're one of the characters. Can we please have a huge round of applause? So, sir, when you first read about the script, did you think it would be so challenging? There was a lot of cities being stopped and blocked. Like, can you take us through that experience? What was unique about this project? ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ്. റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയലായിട്ട് ഇതിനകത്തുള്ള ട്രെയിൻ സീൻസ് എല്ലാം റിയലായിട്ട് എടുത്തതാണ്. പക്ഷെ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോസിന് വേണ്ടി ഒരു കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത്. അത് ബേബികളായിരുന്നു. അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മക്കളുള്ളതാണല്ലോ. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി. പിന്നെ അരുണാണെങ്കിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓവർ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ്. ഇത് ഓഡിയൻസിന് കണക്ട് ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഥ അങ്ങനത്തെ ഒരു കഥയാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നും പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവരുടെ ടീമും അടിപൊളിയായിരുന്നു. അരുണിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന് ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബികൾ. ഇത് ചെറിയൊരു ഫീറ്റ് അല്ല. ടു give a 4-day-old baby. I would like to ask all of you all. Niveen sir, ee kochine first time kittippo 4 ദിവസം ഉണ്ടായല്ലോ. Has this happened before to you that you've acted with a 4-day-old baby, and what was that experience like? ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല അതും ഹെൽത്തിയായി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്കായി വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ എ സിയിൽ ഇരുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, എ സിയിൽ തിരിച്ചു വരുന്നു. ഒരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി ഇതറിയും. 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് അഖിലിനും ഇഫിനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraksh, ആ സമയത്ത് did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്നും ഉറച്ചിട്ടുണ്ടാവില്ല. അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണമല്ലോ. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും. പക്ഷെ അതൊരു ഡിസിഷനാണല്ലോ, ഒരു പാരൻസിൻ്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു. ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. ആക്ച്വലി സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്.
പക്ഷേ ഇത് ആസ് എൻ ആക്ടർ എനിക്ക് ഓൺ ദ ഗോയിൽ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള വളരെ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ടീമും ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആദ്യം മുതലേ. Okay, can you tell me in like just short 2-3 sentences, what was your biggest learning experience? ബിഗസ്റ്റ് ലേണിംഗ് കുഞ്ഞിനെടുക്കുന്നതായിരുന്നു. Yes, can we talk about that? Because I know that, what was that? Like, what you scared, your first emotions? ആക്ച്വലി ഇതുപോലെ ഞാനും ചേട്ടൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞുങ്ങളെയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും ലിജോയും ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ ദിവസങ്ങൾ. So you're ready to be a father now? You're ready to be a father? No. Okay, so apart from the biggest challenge of course looking after the baby, what about your learning experience as an actor working with this team? I heard you had to work, a city was stopped for this from 6 a.m. to 6 p.m. Varshnam without, so what is that unique experience? ആക്ച്വലി ഒരുപാട് സ്ട്രഗിൾസ് ഓൺ ദ ഗോയിൽ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ റോഡിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും ഷൂട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ പെർഫോം ചെയ്യണം, ഡ്രൈവ് ചെയ്യണം, റോഡ് നോക്കണം, അങ്ങനെ ഒരുപാട് പ്രഷറുകളുണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആയിട്ട് ചെയ്തു പോയി. ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. പൂവല്ലണം. ഒരുപാട് സന്തോഷം. കാരണം ഇത് ഒരു ദിവസത്തെ കഥയായതുകൊണ്ട് സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിവിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു, ദൈവാനുഗ്രഹം കൊണ്ട് അത് ഹിറ്റായി. അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ അളിയൻ്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി 23rd ബേബി ഗേൾ കാണണം. ഇതിൻ്റെ ഒരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.